ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡോക്സിംഗ്, ഹബിൾ ടെൻഷൻ, NHRC, ഡ്രാഗൺസ് എഗ് നെബുല, അർബനൈസേഷൻ ആൻഡ് ദളിറ്റ്സ്, അഗ്രി ഫുഡ് റിഫോംസ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഇക്വഡോർ. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡോക്സിങ്ങിനെ കുറിച്ചാണ്. ഡോക്സിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ കുറിച്ചൊക്കെ ഉള്ള പേഴ്സണലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ കൺസെന്റ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യുന്നതിനെ വിളിക്കുന്ന ഒരു പേരാണ്. ഇത് യൂഷ്വലി ഇന്റർനെറ്റിലൂടെ ഒക്കെ ഇത്തരമുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ഡോക്സിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 9 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഡോക്സിംഗ് ആൻഡ് വാട്ട് മെഷേഴ്സ് ക്യാൻ ടേക്കൺ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ടു യു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ ഡോക്സിംഗ് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ കുറിച്ചോ പേഴ്സണലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ കൺസെന്റ് ഇല്ലാതെ ഇന്റർനെറ്റിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതിനെയാണ് ഡോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റയ്ക്ക് ഇത്തരത്തിൽ ചെയ്യുമ്പോഴാണ് അതിനെ ഡോക്സിംഗ് എന്ന് വിളിക്കുക. അതിപ്പോൾ അവരുടെ ശരിക്കുള്ള പേരാവാം, പേഴ്സണൽ ഡോക്യുമെന്റ്സ് ആവാം, ഫോൺ നമ്പർ ആവാം, ഹോം അഡ്രസ് ആവാം, അല്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിന്റെ ഡീറ്റെയിൽസ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആവാം. ഇതെല്ലാം തന്നെ ഡോക്സിംഗിന് പരിധിപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ കേസിൽ ഇങ്ങനൊരു ഡോക്സിംഗിന് വിധേയമായിട്ടുള്ള ആളുകൾക്ക്, വിക്ടിംസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ ഇതൊരു ക്രൈമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഹബിൾ ടെൻഷൻ ആണ്. ഹബിൾ ടെൻഷൻ എന്ന് പറയുന്നത് ബേസിക്കലി സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഹബിൾ ടെൻഷൻ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിന്റെ 2nd പേജിനകത്ത് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് ഈസ് ദ യൂണിവേഴ്സ് എക്സ്പാൻഡിങ്, ന്യൂ ഡാറ്റ കീപ്സ് ദ മിസ്റ്ററി ഓപ്പൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹബിൾ ടെൻഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹബിൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് സ്പേസ് സയൻസിനകത്ത്. അതായത് നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്യുന്നത് ഒരു ബിഗ് ബാങ്ങിലൂടെയാണെന്നാണ് ഇപ്പൊ സയന്റിസ്റ്റുകളൊക്കെ വിശ്വസിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ ഒറിജിനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ ബിഗ് ബാങ് തിയറിയാണ്. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറിയുടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഹബിൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഹബിൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ യൂണിവേഴ്സ് ഫോം ചെയ്തതിന് ശേഷം യൂണിവേഴ്സ് കോൺസ്റ്റന്റ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂണിവേഴ്സ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വലുതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു തോത് എത്രത്തോളമാണ്, അതായത് എത്ര സ്പീഡിലാണ് ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നത്, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഹബിൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹബിൾ കോൺസ്റ്റന്റ് നമ്മൾ തിയറട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ, അതായത് എത്ര വലുപ്പത്തിലാണ് ഈ യൂണിവേഴ്സ് വലുതായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ഹബിൾ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിയറട്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ CMB എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഈ പറയുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യൂണിവേഴ്സ് ഫോം ചെയ്യുന്നത് ഈ ബിഗ് ബാങ് തിയറിയിലൂടെ ഏകദേശം ഇത്ര വർഷം മുമ്പാണെന്ന് അറിയാം. ഇപ്പൊ യൂണിവേഴ്സ് നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ ഏത് തോതിലാണ് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഇതൊരു തിയറട്ടിക്കൽ ആസ്പെക്ട് മാത്രമാണ്. ഇത് നമ്മളൊരു സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ജസ്റ്റ് ഒരു തിയറി ഫോം ചെയ്താൽ മാത്രം പോരാ, അത് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് റിയാലിറ്റിയിൽ ഈ തിയറി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ തിയറി ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനെ പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്യുന്നതിന് പണ്ട് കാലത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ടെലസ്കോപ്പുകൾക്കൊന്നും ഡിസ്റ്റന്റ് ആയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഗാലക്സീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പാൻഷനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇതിനൊരു മാറ്റം വരുന്നത് നാസ ഹബിൾ ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്ത സമയത്താണ്. ഹബിൾ ടെലിസ്കോപ്പ് ഒരു സ്പേസ് ബേസ്ഡ് ടെലിസ്കോപ്പാണ്. നമ്മുടെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ടെലിസ്കോപ്പുകളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി തരാൻ ഈ ഹബിൾസ് ടെലിസ്കോപ്പിന് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹബിൾസ് ടെലിസ്കോപ്പ് ബേസിക്കലി ഈ ഒരു എക്സ്പാൻഷനെ കുറിച്ച് പഠിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീഫൈഡ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. സീഫൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് സ്റ്റാർസ് ആണ്, ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർസ് ആണ് ഈ സീഫൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട് ദൂരത്ത് നിൽക്കുന്നതുകൊണ്ടും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ടും ഇതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എത്രത്തോളം ദൂരത്താണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഇതിന്റെ ഡിസ്റ്റൻസ് കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ തോത് മനസ്സിലാക്കാൻ പറ്റും. ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് എത്ര പേസിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സീഫൈഡ് വേരിയബിൾസ് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിലൂടെ എന്ന് പറയുന്ന ആ ഒരു തിയറിയിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേസ് ഉണ്ട്, എക്സ്പാൻഷന്റെ പേസ് ഉണ്ട്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരുന്നു ഈ സീഫൈഡ് വേരിയബിളിലൂടെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തിയറിയും
ഓൺ പ്രാക്ടീസ് ഓൺ ദി ഗ്രൗണ്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടിയ റിസൾട്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് ഹബിൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 2 different ways വിൽ ഗെറ്റ് യു 2 different ആൻസേഴ്സ്. അതായത് നമ്മൾ ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ അല്ല പ്രാക്ടിക്കലി ഈ സീഫൈഡ് വേരിയബിൾ വെച്ച് നോക്കുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഹബിൾസ് ടെലിസ്കോപ്പിനെക്കാട്ടിലും കുറച്ചും കൂടി കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ മച്ച് മോർ കേപ്പബിൾ ആണ് അതിന്റെ സക്സസർ ആയിട്ടുള്ള ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പും റീസെന്റ് ഈ പറയുന്ന ഹബിൾസ് ടെലിസ്കോപ്പ് പറഞ്ഞതിന് സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് അവർക്കും ഈ സീഫൈഡ് വേരിയബിൾ വെച്ച് നോക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ തിയറിയും പ്രാക്ടീസും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനെയാണ് ഹബിൾസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് NHRCയെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ്. സോ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 5-നകത്ത് ഈ വിക്ടിംസിന്റെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NHRC ചില നടപടികൾ എടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതായത് സന്ദേഖാലി ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ NHRCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി നിങ്ങൾ പൊളിറ്റിയിൽ ഓൾറെഡി പഠിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് 1993 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് NHRC, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാഷണൽ ലെവലിൽ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിനകത്ത് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഒരു കോമ്പോസിഷൻ ആയിട്ട് പറയുന്നത് ഒരു ചെയർപേഴ്സണും 5 ഫുൾ ടൈം മെമ്പേഴ്സും അതുകൂടാതെ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സുമാണ്. സോ ഈ ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ നേരത്തെ ഒറിജിനലി ആക്ട് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നാണ്. പക്ഷേ 2018 ഇതിനൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെന്റിന് ശേഷം ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജോ ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. രണ്ടാമതായിട്ട് ഇതിനകത്തുള്ള 5 മെമ്പേഴ്സിനകത്ത് 2 പേര്, ഒരാൾ ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളോ ആയിരിക്കണം. ഒരാൾ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളോ ആയിരിക്കണം. സോ 2 ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും. ഇനി അത് കൂടാതെ 3 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും. ആ 3 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നോളേജും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാൾ നിർബന്ധമായിട്ടും ഒരു സ്ത്രീ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു വുമൺ ആയിരിക്കണം. ഇനി ഇതിനകത്തുള്ള എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ഇത്രയും ആളുകൾ, ഇത്രയും ചെയർപേഴ്സൺസ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. ഇനി ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്, ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പക്ഷേ പ്രസിഡന്റ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സെലക്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ ഹെഡ്. അതുകൂടാതെ ലോക്സഭയുടെ സ്പീക്കർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ലീഡേഴ്സ് ഓഫ് ഒപ്പോസിഷൻ, ഓക്കെ, അതുപോലെ തന്നെ യൂണിയൻ ഹോം മിനിസ്റ്റർ, ഈ 6 പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാനെയും മെമ്പേഴ്സിനെയും പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡ്രാഗൺസ് എഗ് നെബുല എന്ന് പറയുന്നതാണ്. സോ ഇതും സ്പേസ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ ഡ്രാഗൺസ് എഗ് നെബുലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11-നകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺസ് എഗ് നെബുല എന്ന് പറയുന്ന നെബുലക്കകത്ത് 2 സ്റ്റാറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്തൊരു ഒരെണ്ണത്തിന് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഒരു മിസ്റ്ററി ആയിട്ട് തുടരുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊരു ആൻസർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. സോ ഈ ഡ്രാഗൺസ് എഗ് നെബുല എന്ന് പറയുന്നത് ഇതൊരു നെബുലയാണെന്ന് മനസ്സിലാക്കുക. നെബുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ഇൻഡർസ്റ്റെല്ലാർ ഗ്യാസ് ആൻഡ് പാർട്ടിക്കിൾസും ഒക്കെ ഉള്ള ഒരു ഫോർമേഷനാണ് നെബുല എന്ന് വിളിക്കുക. മെയിൻലി ഹൈഡ്രജനും ഹീലിയം ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഡ്രാഗൺസ് എഗ് എന്ന് പറയുന്നത് ആ ഒരു പേര് അതിന് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റിംഗ് ഡ്രാഗൺസ് ഓഫ് ആറ എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു നെബുല ഉണ്ട്. ആ നെബുല കോംപ്ലക്സിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡ്രാഗൺസ് എഗ് നെബുല എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ ഈ നെബുലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 വലിയ സ്റ്റാറുകൾ ഈ ഡ്രാഗൺസ് എഗ് നെബുലക്കകത്ത് കിടക്കുന്നുണ്ട്.
അപ്പോൾ അതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്രയും വലിയ സ്റ്റാറുകൾ നെബുലാസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കാറില്ല. അതൊരു ഓഡായിട്ടുള്ളൊരു സംഭവമാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു സ്റ്റാറിന് വളരെ വലിയ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മുടെ സണ്ണിനൊക്കെ ഉള്ളതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ ഇതിന് ഈ രണ്ടാമത്തെ സ്റ്റാറിന്, ഇതിന്റെ കൂടെയുള്ള രണ്ടാമത്തെ സ്റ്റാറിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലതാനും. അപ്പൊ ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു സ്റ്റാറും അതില്ലാത്തൊരു സ്റ്റാറും ഒരു നെബുലക്കകത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഓഡായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെല്ലാർ ഫ്രാക്റ്റിസൈഡിന്റെ ഒരു എക്സാമ്പിൾ ആണെന്നാണ് ഇപ്പോൾ സയന്റിസ്റ്റുകൾ പറയുന്നത്. അതായത് ഈ രണ്ട് സ്റ്റാറുകളുടെ കൂട്ടത്തിലുള്ള വലിയ സ്റ്റാർ ഇപ്പൊ ഈ ചെറിയ സ്റ്റാറിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഈ പറയുന്ന ചെറിയ സ്റ്റാറിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ നെബുലയും അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ചെറിയ സ്റ്റാർ ഇല്ലാതാവും, അത് വലിയ സ്റ്റാറിന്റെ ഭാഗമായിട്ട് മാറും എന്നാണ് പറയപ്പെടുന്നത്. സോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മേജർ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമേഷന്റെ ഒരു ആദ്യത്തെ ഒരു വിസിബിൾ എവിഡൻസ് ആയിട്ടാണ് സയന്റിസ്റ്റുകൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ വലിയ സ്റ്റാറുകൾക്ക് എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഇതിനു മുമ്പ് സയന്റിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ആൻസർ ഇതിലൂടെ കണ്ടെത്താൻ പറ്റും എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അർബനൈസേഷൻ ആൻഡ് ദളിറ്റ്സിനെ കുറിച്ചാണ്. സോ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ബേസിക്കലി BR അംബേദ്കറിന്റെ ഒക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ജാതീയരുടെ അല്ലെങ്കിൽ കാസ്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. പക്ഷെ അർബനൈസേഷൻ വരുന്നതോടുകൂടി, എസ്പെഷ്യലി ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ അർബനൈസ് ചെയ്യപ്പെടുന്നതോടുകൂടി ഈ കാസ്റ്റിസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് കുറയും എന്നുള്ളൊരു ഐഡിയ അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വളരെ റാപ്പിഡ് പേസിലുള്ള അർബനൈസേഷൻ നടക്കുന്നുണ്ട്. അത് ദളിത് കമ്മ്യൂണിറ്റീസും ഈ അർബനൈസേഷന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അംബേദ്കർ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓൺ ദി ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അർബനൈസേഷൻ നോ ലിബറേഷൻ ഫോഴ്സ് ഫോർ ദളിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അംബേദ്കർ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഓൺ ദി ഗ്രൗണ്ട് നടക്കുന്ന റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും ദളിറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിംസും ഒക്കെ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ അവരാണ്. അപ്പൊ ഇന്ത്യയിലുള്ള അർബൻ ഏരിയാസിൽ ഈ പറയുന്ന വീടുകളൊക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷന്റെ വൺ ഓഫ് ദി മേജർ റീസൺ ആയിട്ട് പറയുന്നത് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിലെ മേജർ സിറ്റീസിൽ പോയി കഴിഞ്ഞാലും ആളുകൾ റെന്റ് ഔട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് എടുക്കാൻ നോക്കുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും മിക്ക സ്ഥലങ്ങളിലും മെജോറിറ്റി കേസുകളിലും ഈ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് വീട് കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്യൂർ ആണ് ഇംപ്യൂർ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ വെജിറ്റേറിയനിസം ഒക്കെ വരുന്നത്. അതായത് പറയുന്ന നോൺ വെജ് കഴിക്കുന്നവർ ഇംപ്യൂർ ആണ്, വെജിറ്റേറിയൻ കഴിക്കുന്നവർ പ്യൂർ ആണ്. സോ അത് കാസ്റ്റ് ഹൈറാർക്കി ആയിട്ട് വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സാങ്ഷൻഡ് സഗ്രിഗേഷന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പറയുന്ന ലോവർ ക്ലാസ്സിൽ പെടുന്ന ആളുകളുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ലോവർ ക്ലാസ്സിൽ പെടുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഡയറ്ററി ഐറ്റംസിലൊന്നാണ് ഈ പറയുന്ന നോൺ വെജ് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഗുജറാത്തൊക്കെ പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഈ നോൺ വെജ് ഭക്ഷണങ്ങൾ എസ്പെഷ്യലി ഹിന്ദു ആരാധനാലയങ്ങളുടെ അടുത്തൊക്കെ ഇത് വിൽക്കുന്നത് ഗവൺമെന്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റുള്ളവരുടെ റിലീജിയസ് സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഒരു തരത്തിലൊരു സ്റ്റേറ്റ് സാങ്ഷൻഡ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ ആണ്. അത് ഒരു വിഭാഗം ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ദളിറ്റ്സിൽ മെജോറിറ്റി ആളുകളും അർബൻ പോപ്പുലേഷന്റെ ഭാഗമായിട്ട് മാറുന്നത് കൂടുതലും മാനുവൽ ലേബേഴ്സ് ആയിട്ടാണ്. അപ്പൊ അവർക്കുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി കുറവായിരിക്കും, എസ്പെഷ്യലി ഹൗസിംഗ് ക്രൈസിസ് ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള സെറ്റിൽമെന്റുകളിലേക്ക് അല്ലെങ്കിൽ സ്ലംസിലേക്ക് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവർ വലിയ രീതിയിലുള്ള ഹൗസിംഗ് ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ലംസ് എല്ലാം തന്നെ ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആദ്യം എവിക്ട് ചെയ്യുക, ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് എവിക്ട് ചെയ്യുക ഇവരെയാണ്. അപ്പോൾ ഫോഴ്സ്ഡ് എവിക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷന് ഇവർ വിധേയമാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവിടെ വോട്ടിംഗ് റൈറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിൽ എക്കണോമിക്കലി പൊളിറ്റിക്കലി സോഷ്യലി ഒക്കെ ഉള്ള മാർജിനലൈസേഷനും ഇവർ വിധേയരാകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഓൺ ദി ഗ്രൗണ്ട് നടക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അഗ്രി ഫുഡ് റിഫോംസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഫുഡ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിഫോംസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11-നകത്ത് ഫുഡ് ഫോർ റിഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2047 ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 160 കോടി ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോവിംഗ് പോപ്പുലേഷൻ ഫീഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ അഗ്രി ഫുഡ് സെക്ടറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള ചില സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റൂ എന്നാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ട് നമുക്ക് റിഫോം വേണം എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണങ്ങൾ, റിഫോംസ് ഈ പറയുന്ന അഗ്രി ഫുഡ് സെക്ടറിനകത്ത് റിഫോംസിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവായിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് ഗ്രോയിങ് പോപ്പുലേഷൻ ആണ്. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ റാപ്പിഡായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2047 ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 160 കോടിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്ത്യക്ക് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ പൂർ ആണെന്നാണ് പറയുന്നത്. അതായത് ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മാൽ ന്യൂട്രീഷൻ്റെ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നം, കാരണം ഇന്ത്യയിലെ അഗ്രികൾച്ചറിന്റെ മെജോറിറ്റിയും റെയിൻ ഫെഡ് അഗ്രികൾച്ചർ ആണ്. അതായത് മഴ കാരണം കിട്ടുന്ന വെള്ളമാണ് ഈ അഗ്രികൾച്ചർ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിനകത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഡിസപ്ഷൻസ് പോലും ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനെ, എസ്പെഷ്യലി ഈ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സെക്ടറിന്, ഇപ്പം നെല്ല്, ഗോതമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവ്ലി ഇത് അഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2013 കഴിഞ്ഞ വർഷത്തിൽ ഇതിനുള്ള ഒരു പ്രൈമറി എക്സാമ്പിളാണ്. എൽനിനോ വരുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ താഴേക്ക് പോകുന്നതിന്റെ കാരണമുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് എസ്പെഷ്യലി പെരിഷബിൾ കമ്മോഡിറ്റീസ്, അതായത് നമ്മുടെ ഫുഡ് ക്രോപ്സ് ആണ് ഇപ്പോൾ ഏറ്റവും അധികം പെരിഷബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എസ്പെഷ്യലി വെജിറ്റബിൾസിന്റെ ഒക്കെ കേസിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിനോ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സോ ഇല്ലാത്തതുകൊണ്ട്, സ്റ്റോറേജ് ഫെസിലിറ്റീസും കോൾഡ് സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ കാരണങ്ങളോടൊക്കെ തന്നെ ഇന്ത്യയിലെ ഫാർമേഴ്സിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഈവൻ ദോ നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റിന് 2022 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ ഇൻകം ഡബിൾ ആക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഫാമേഴ്സിന്റെ ഇൻകം വളരെ ലോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇറങ്ങാതെയാവും. ആളുകൾ ഈ ഫാം ലാൻഡ് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇത് നമ്മുടെ ഈ പറയുന്ന വരുന്ന ഈ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്ന പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ഫുഡ് സെക്യൂരിറ്റിനെ പോലും പ്രശ്നത്തിലാക്കുന്ന ഒരു കാര്യമാണിത്. മറ്റൊന്നാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ്, അതായത് അഗ്രികൾച്ചർ ലാൻഡ് മറ്റുള്ള പേർപ്പസുകൾക്ക് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള എക്കണോമിക് പേർപ്പസിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫുഡ് അഗ്രികൾച്ചർ സെക്ടറിനകത്ത് വലിയ രീതിയിലുള്ള റിഫോം ആവശ്യമാണെന്ന് പറയാം. ഇനി ഇതിനകത്ത് റിഫോം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിനകത്തുള്ള എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫണ്ട് ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ ഒക്കെ നടന്നതുപോലൊരു സംഭവം ഇനിയും വേണ്ട ഒരാവശ്യമുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഏരിയയിൽ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്രൊഡക്ഷൻ നടത്താം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ എഫിഷ്യൻസി കൂട്ടാം, ചെലവ് കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടാം എന്നുള്ളൊരു കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് പോപ്പുലറൈസ് ചെയ്യേണ്ടി വരും. കാരണം ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിനൊക്കെ ഈ പറയുന്ന റെയിൻ ഫെഡ് അഗ്രികൾച്ചർ മാത്രമായിട്ട് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. അതായത് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. സ്മോൾ ഫാമേഴ്സിനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയിലെ മെജോറിറ്റി ഫാർമേഴ്സും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഫാമേഴ്സ് ആണ്. അപ്പോൾ അവരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൃഷിക്കാർ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഹൈ ഈൽഡ് വെറൈറ്റീസും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒക്കെ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ഇതൊക്കെയാണ് കീ ഏരിയാസ് ഓഫ് റിഫോംസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഇക്വഡോർ ആണ്. സോ അപ്പോൾ ഇക്വഡോർ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ ഏരിയയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇക്വഡോർ എന്ന് പറയുന്നത്. ഇക്വഡോറിന്റെ അയൽ രാജ്യങ്ങളായിട്ട് പറയുന്നത് നോർത്തേൺ സൈഡിൽ കൊളംബിയ, അതുപോലെ തന്നെ ഈസ്റ്റിലും സൗത്തിലുമായിട്ട് പെറു എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഇക്വഡോറിന് ബോർഡർ ഉള്ളത്. രണ്ട് രാജ്യമായിട്ട് അവർക്ക് ബോർഡർ ഉള്ളൂ. അവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത് പസഫിക് ഓഷൻ ആണ്. ഓക്കെ, ഇനി ഇവരുടെ ഇക്വഡോറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എവല്യൂഷനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇക്വഡോറിന്റെ
ടെറിട്ടറിയിലാണ്, അല്ലെങ്കിൽ ഇക്വഡോറിന്റെ ഭാഗമാണ് ഈ ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ക്യാപിറ്റൽ ഒരു കൊയ്റ്റോ എന്ന് പറയുന്ന സ്ഥലമാണ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ കോട്ടോപാക്സി എന്ന് പറയുന്ന ഒരു വോൾക്കാനോ ഇക്വഡോറിലുണ്ട്. അത് ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോസിൽ ഒന്നാണ്. അതുപോലെ തന്നെ മൗണ്ട് ചിംബറോസോ എന്ന് പറയുന്ന ഒരു മൗണ്ടൈൻ ഉണ്ട്. ഈ പറയുന്ന ഇക്വഡോറിലെ ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് മൗണ്ടൈൻ എന്ന് പറയുന്നത് അതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.